എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സ്മൃതി, ഇനി അവശേഷിക്കുന്നത് എത്ര സമയം മാത്രമാണെന്ന് അറിയാമോ? ഇനി അവശേഷിക്കുന്നത് വെറും 25 മിനിറ്റ് മാത്രമാണ്. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോൾ സൂചനകൾ വരും. വേണമെങ്കിൽ 90 താത്തു പിടിക്കാം. വേണ്ട. നോക്കൂ, കേരളത്തിലെ അതിദരിദ്രരായിട്ടുള്ള മനുഷ്യരിൽ നിന്ന് കേരളത്തെ മോചിപ്പിച്ചതിന്, കേരളത്തിലെ 10 വർഷം പവർ കട്ട് ഇല്ലാതാക്കിയതിന്, കേരളത്തിലെ സ്കൂളുകളിൽ പാഠപുസ്തകങ്ങൾ മുടങ്ങാതെ പോയതിന് നിങ്ങൾ എന്തിനാ ചിരിക്കുന്നത്? അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണെങ്കിലും ചിരിച്ചു പോകും. അടിസ്ഥാനമായ സൗകര്യങ്ങൾ കൊടുത്തു എന്ന് 10 വർഷത്തിന് ശേഷം അഴിമതിയില്ലാത്തൊരു സർക്കാരിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഫ്രീ ആയി ചിരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോലും അത് ഈ സർക്കാരിന്റെ പൊൻതൂവലാണെന്നേ. സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്രയും കോൺഫിഡൻസോടുകൂടി അധികാര തുടർച്ച ലക്ഷ്യം വെച്ച ഒരു സർക്കാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എന്ന് പറയാം. ഞങ്ങളുടെ ട്രൂപ്പിൽ പുതുതായിട്ട് ചേർത്തിരിക്കുക. മാത്രമല്ല പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പലതവണ സ്മൃതി ആണെങ്കിലും മാധു ആണെങ്കിലും ആന്റോ അഗസ്റ്റ് ആണെങ്കിലും പി എസ് സുനിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ട് ഇടതു മുന്നണി വിജയിക്കുന്നു അല്ലെങ്കിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന് ഒറ്റ സാധ്യത മാത്രമേ ഉള്ളൂ. അത് അതിദരിദ്രരായ മനുഷ്യരെ മോചിപ്പിച്ച മനുഷ്യർ ഇന്ന് TV കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന് ഈ വാർത്ത കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുഗ്രഹം പിണറായി വിജയനുണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഭരണ തുടർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോഴും നിൽക്കുന്നു എന്നാണ്. തുടർഭരണം ഉണ്ടാവുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. വെറുതെ നമ്മളിങ്ങ് വന്നിട്ട് 100 സീറ്റ് കിട്ടാൻ പോവാണ്, 100 സീറ്റിൽ ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവാന്ന്, ഞങ്ങൾ ഏത് മുഖ്യമന്ത്രിയാന്ന് ചർച്ച തുടങ്ങി എന്നൊന്ന് പറഞ്ഞ് തള്ളിയിട്ട് കാര്യമില്ലല്ലോ. ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഇനി എങ്ങനെ യാഥാർത്ഥ്യം പറഞ്ഞൂടെ? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. സമയം 8 മണിയായിരിക്കുന്നു. ഇതാ കൗണ്ടിംഗ് പ്രോസസ് ആരംഭിക്കാം. ഒരു കാര്യം നമ്മൾ ഇതിനിടയിൽ പറയേണ്ടി വരും. ഒരു സമ്പൂർണമായ തേരോട്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലെന്ന് പറയും. സമയം കുറിച്ച് വയ്ക്കുക. 8:42 ആകുമ്പോഴേക്കും UDF ലീഡ് തുടങ്ങിയിരിക്കുകയാണ്. സമയം 8:42. മാർക്ക് ചെയ്തോളൂ. മറക്കുന്നുണ്ടോ? മറക്കുന്നില്ല. ഘടികാരങ്ങൾ ഇനിയും ചലിക്കുമല്ലോ. ഞാൻ 3 കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. 85 UDFന്റെ മുന്നേറ്റം ഇതിനകം വന്നിട്ടുണ്ട്. 9:28 നേമത്ത് ഒരു സമയത്ത് പോലും NDA പിന്നിൽ പോയിട്ടില്ല. 1302 വോട്ടിന് NDA മുന്നിൽ. ഒരാൾ പറഞ്ഞോണ്ടിരിക്കുകയല്ലേ, സംസ്ഥാനത്ത് കോൺഗ്രസ് തരംഗം എന്ന് പറയേണ്ടി വരും. 85 സീറ്റുകളിൽ കോൺഗ്രസ് UDF ലീഡ് ചെയ്യാണ്. 50 ഇടങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 86 ഇടത്ത് UDF, 50 ഇടത്ത് LDF. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. കണക്കിലേക്ക് എത്താൻ അധികം താമസമില്ല. ഡോക്ടർ അരുൺ, 90ലേക്ക് കടക്കാൻ അധികം താമസമില്ല. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. ധർമ്മടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പിന്നിലാകുമ്പോൾ സ്വാഭാവികമായും ഇത് 90+ പോകേണ്ടതാണ്. നിലവിൽ വരുന്ന മണിക്കൂറുകളിൽ അടുത്ത 3-4 റൗണ്ട് എന്താ ഉറക്കം വരുന്നു. നമ്മൾ വല്ലാതെ ഇടകലർന്ന് സംസാരിക്കുന്നുണ്ട്. ഓരോരുത്തരും ഇത് സംസാരിച്ചു തുടങ്ങാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കാട്ടാക്കടയിൽ UDFന്റെ ലീഡ്. കാട്ടാക്കടയിൽ IB സതീഷിനെ പിന്നിലാക്കി 93ലേക്ക് UDF ലീഡ് ഉയർത്തിയിരിക്കുന്നു. കൊല്ലത്ത് കോട്ട തകർന്നിരിക്കുന്നു. LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ തേരോട്ടമാണ്. മാനന്തവാടിയിൽ LDFന്റെ ലീഡ്. OR കേളു 3150 വോട്ടിന്റെ ലീഡ്. തിരിച്ചു വരാത്ത ഒരു യാത്രയല്ല ഇത്, മടങ്ങി വരാൻ കഴിയാത്ത പരാജയവുമല്ല ഇത്. തനിക്ക് നല്ല വിഷമമുണ്ടല്ലേ, പിന്നെ കരുന്നില്ലാന്നുള്ളൂ. പക്ഷേ ഇനി സംഭവിക്കാൻ പോകുന്നത് ഇതൊരിടവേള മാത്രമായിരുന്നു. ഒരു സൂപ്പർ ടിസ്റ്റിനുള്ള സാധ്യത ഇനിയും 90ൽ തിരിച്ചു വരുന്നു. ഒപ്പം തന്നെ മാനന്തവാടിയിൽ തിരിച്ചു വരുന്നു. കോഴിക്കോട് നോർത്തിൽ തിരിച്ചു വരുന്നു. എന്താ അതിനെപ്പറ്റി ആരും ഒന്നും പറയാത്ത? ഒരു മിനിറ്റ്. തളിപ്പറമ്പിൽ 974 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു എന്ന വാർത്തയാണ്. വിശ്വസിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? 974 വോട്ടിന് UDF ലീഡ് ചെയ്യുന്നു. ഒന്ന് തള്ളി വരികയായിരുന്നു. പിന്നെ നാണക്കെടുത്തി. CPMന്റെ കോട്ടകളിൽ വൻ ചോർച്ചയാണ് ഉണ്ടായത്. CPMന്റെ കോട്ടകളിൽ വൻ ചോർച്ച എന്നാണ് അതിന്റെ വാക്ക്. UDF കാറ്റിൽ ഒലയാതെ തിരുവനന്തപുരം 14 മണ്ഡലങ്ങളിൽ 8 മണ്ഡലം LDF ലീഡ് ചെയ്യുന്നു. പിന്നെ കേരളത്തിൽ UDF തരംഗമാണ്. ആന്റി പിണറായി വേവാണ്. ആന്റി സർക്കാർ സുനാമി. 99 സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ്. ഡോക്ടർ 99ലേക്ക് ലീഡ്.
വെൽക്കം സണ്ണി ഈസ് ബാക്ക്. സണ്ണി തിരിച്ചു പിടിച്ചിരിക്കുന്നു. സണ്ണി വക്കീൽ പേരാവൂരിൽ തിരിച്ചു പിടിച്ചിരിക്കുന്നു അല്ലേ? സണ്ണി ഈസ് ബാക്ക്. സണ്ണി ഈസ് ബാക്ക്. സണ്ണി ഈസ് ബാക്ക്. ഇതൊക്കെ എങ്ങനെ സാധിക്കും? നൂറിലേക്കിതാ ഒരൊറ്റ മണ്ഡലത്തിന്റെ ദൂരം മാത്രം ബാക്കി. 99 ഇടത്തായി ഇതാ പ്രതിപക്ഷ നേതാവിന്റെ ചിരി നമുക്ക് കാണാം. പിണറായി വിജയൻ മുഖ്യമന്ത്രി 4ാം റൗണ്ടിലും പരാജയപ്പെട്ടിരിക്കുന്നു, താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. എന്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നു. എന്താണോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതിലേക്ക് ലീഡ് ഉയർത്താൻ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് അദ്ദേഹം കൊണ്ടുവന്ന വിസ്മയങ്ങൾ? ആ വിസ്മയങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് നീങ്ങുന്ന കാഴ്ച. ഇവിടെ ഇരിക്കുന്നേ വല്ലാതെ വേർക്കുന്നുണ്ടല്ലോ, ചൂടെടുക്കുന്നുണ്ടോ? പറമ്പിലും പാർട്ടിക്ക് കടപുഴകുമ്പോൾ, പിണറായി വിജയന്റെ കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുമ്പോൾ, പിണറായി വിജയൻ തന്നെ തകർന്നു വീഴുമ്പോൾ ഈ കേരളം പറയുന്ന മറുപടി എന്താണ്? കേരളം ആർക്കാണ് മറുപടി നൽകിയിരിക്കുന്നത്? കേരളം ഇടതുപക്ഷ സർക്കാരിന്റെ ഇടതുവിരുദ്ധ നയങ്ങൾക്കെതിരെയാണോ വോട്ട് ചെയ്തിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനം. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? 40ലേക്ക് LDF ചുരുങ്ങുമ്പോൾ പിണറായി വിജയനെ അബ്ദുൾ റഷീദ് എന്ന യുവരക്തം പൂച്ചക്കണ്ണുള്ള ആ യുവാവ് തകർത്തെറിയുമ്പോൾ എന്താണ് കേരളത്തിന് ലഭിച്ചിരിക്കുന്ന മറുപടി എന്നുള്ളതാണ്. 100ലേക്ക് കടന്നിരിക്കുന്നു. ഈ നിമിഷം UDF 100ലേക്ക് കടന്നിരിക്കുന്നു. ഇനി മരങ്കേറ്റം തന്നെയാ നല്ലത്. 39ലേക്ക് LDF താഴ്ന്നിരിക്കുന്നു. 100ലേക്ക് കടന്നിരിക്കുന്നു UDF എന്നുള്ളതാണ്. ഇതാ 100 കടന്നിരിക്കുന്നു. വനവാസമല്ല, ഇനി ക്ലിഫ് ഹൗസ് വാസമാണ് പ്രതിപക്ഷ നേതാവ് കാത്തിരിക്കുന്നത്. ഒരു കാര്യവും തിരിഞ്ഞു നോക്കേണ്ടതില്ല. കോട്ടക്കൊത്തളങ്ങൾ തകർന്നു വീഴുമ്പോൾ നിങ്ങൾ വികസനം എന്ന് പറഞ്ഞ അടിസ്ഥാന വർഗത്തെ തിരിഞ്ഞു നോക്കാത്തപ്പോൾ ജനം വിജയിച്ചിരിക്കുന്നു. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. ജനത്തിന്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ എനിക്ക് വെള്ളം വേണ്ട, നിങ്ങൾ വെള്ളം കുടിക്കൂ. ഇത് എനിക്കല്ല, നിങ്ങൾ വെള്ളം കുടിക്കട്ടെ. നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ട് നീണ്ടു നിൽക്കാൻ 3 പേർ നന്നായി വെള്ളം കുടിച്ചോളൂ. കിട്ടിയല്ലോ. ഇവിടുത്തെ സർക്കാർ വിരുദ്ധ വികാരം ഇവിടെ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. 39ലേക്ക് ഇനിയും താഴുമോ എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം, പിണറായി വിരുദ്ധ വികാരം ആണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത്. പയ്യന്നൂർ കുഞ്ഞികൃഷ്ണൻ കൊണ്ട് ദേവികുളവും വിട്ടു. എളുപ്പറമ്പ് കൊണ്ട് ദേവികുളവും ഇടുക്കി വിട്ടു. ദേവികുളം പോട്ടു. വിട്ടാ. ഇടുക്കി 5 പോയി. ഇടുക്കി 5 പോയി. ഇടുക്കി 5 പോയി. കോട്ടയത്ത് 9 പോയി. 9 പോയി. എറണാകുളം വയനാട് 3 പോയി. വയനാട് എറണാകുളം 14 പോയി. പിന്നെ മലപ്പുറം 16 പോയി. എല്ലാം പോയാ? എല്ലാം പോയി. പോയി. കോട്ടയം കൊല്ലം പാതിയൊന്നുമല്ല. പുനലൂര് മാത്രമാ ബാക്കി കിട്ടിയത്. കണ്ണൂരും പോയി. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ആന എല്ലാം പോയടേ. എല്ലാം പോയണ്ണ. എല്ലാം പോയടേ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. മലപ്പുറത്തെ ലീഡ് വേണേ പറയാം. കൊണ്ടോട്ടിയിൽ 17,779 ലീഡ്. ഏറനാട് 29,345 ലീഡ്. 100 കടന്ന് 103ലേക്ക് UDF ലീഡ്. എന്താ ഇവിടെ നടക്കുന്നത്? എന്തൊരു കാഴ്ചയാണിത്? 103ലേക്ക് UDF ലീഡ് ഉയർത്തുമ്പോൾ 35ലേക്ക് ചുരുങ്ങുന്ന LDF-നെ നോക്കൂ. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. പ്രതിമേടം ആഹ്ലാദിക്കുന്ന നിങ്ങളെ ദിവസമാണ്. തകർക്കൂ. ഇങ്ങനെയൊക്കെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം വ്യക്തമായി വിശദമായി പറയുമ്പോൾ പരിഹസിച്ചവർക്കുള്ള മറുപടിയാണ്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ല. അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ഇതാണ് കേരളത്തിലെ സാഹചര്യം. ഇവിടെ സാമുദായിക സൗഹാർദ്ദം തീർക്കാൻ, വർഗീയത വോട്ടാക്കാൻ ശ്രമിച്ചവർക്കൊക്കെയുള്ള മറുപടിയാണ്. 103ലേക്ക് UDF ഉയരുന്നു, 35ലേക്ക് താഴുന്നു എന്നുള്ളത്. നിനക്ക് ഒരു വിചാരമുണ്ട്, നീ വലിയ ബുദ്ധിമാനാണെന്ന്. ഒരു വഴി. എന്നാലും ഇങ്ങനെയൊക്കെ പറയാമോ? നമ്മൾ നാളെ കാണണ്ടേ? മോശം സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞ ചിലർ നമുക്ക് ഓർമ്മയില്ലേ? തുറപ്പനായ സ്ഥാനാർത്ഥി. ഓ, എന്നെ അങ്ങ് തല്ലിക്ക് കൊല്ലി. ഓ, ഇടതു കൊട്ടകൾ ഒന്നാകെ ഇളകി മറിഞ്ഞിരിക്കും. ശശിയെ എന്നാണ് ഈ പറയുന്നത്? ആക്സിസ് ബൈ ഇന്ത്യ സർവേയുടെ ഫലങ്ങൾ കൃത്യമായി കേരളത്തിലും തമിഴ്നാട്ടിലും ഫലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നലെ വരെ നിങ്ങൾ ഇതല്ലല്ലോ പറഞ്ഞു. ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്നുള്ളതാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചു എന്നുള്ളതാണ്. കാണാൻ എന്തൊരു സുഖം, എന്തൊരു സംഗീതാത്മകം. UDF-ന്റെ ക്യാമ്പിൽ വലിയ തേരോട്ടം, ആഹ്ലാദം, ആനന്ദം, ഉന്മാദം, ആവേശം. നീ ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.
പോലെ